വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഹൃദയത്തിന്റെ ആഗ്രഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 37 4 വാക്യം. കർത്താവിൽ ആനന്ദിക്കുക, അവൻ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിൽ കർത്താവ് സന്തോഷിക്കുന്നു. ചിലർ സങ്കല്പിക്കുന്നത് അവർ നിലവിളിക്കുമ്പോൾ മാത്രമേ ദൈവം അവരെ കേൾക്കൂ എന്നാണ്. അതിനാൽ അവർ എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടി നിലവിളിക്കുന്നു. ഒരു കൊച്ചുകുട്ടി അമ്മയുടെ ശ്രദ്ധ ആകർഷിക്കാൻ എന്തിനും ഏതിനും വേണ്ടി കരയുന്നു. അത് സ്വാഭാവികമാണ്. എന്നാൽ അതേ കുട്ടി വളർന്ന് അതേ രീതിയിൽ കരഞ്ഞാൽ മാതാപിതാക്കൾ അതിൽ അസന്തുഷ്ടരാകും. അതെ, നമ്മൾ അറിയാതെ തന്നെ പ്രാർത്ഥനയിൽ യഥാർത്ഥ കണ്ണുനീർ ഒഴുകുന്ന നിമിഷങ്ങളുണ്ട്. എന്നാൽ കരഞ്ഞുകൊണ്ട് മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നുള്ളൂ എന്ന് കരുതുന്നത് ഒരു തെറ്റാണ്. ആത്മീയമായി വളർന്ന ദൈവമക്കൾ അവരുടെ സ്തുതിയിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും നേടാൻ പഠിക്കുന്നു. ഹന്നയ്ക്ക് കുട്ടികളില്ലാതിരുന്നതിനാൽ വർഷങ്ങളോളം കരഞ്ഞു. എന്നിട്ടും ആ ദുഃഖകരമായ വർഷങ്ങളിലെല്ലാം അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല. എന്നാൽ ഒരു ദിവസം അവൾ തന്റെ മുഴുവൻ ഹൃദയവും കർത്താവിന്റെ മുൻപാകെ പകർന്നു. തന്റെ ഭാരം പൂർണ്ണമായും അവന്റെ കൈകളിൽ ഏൽപ്പിച്ചു. അവളുടെ മുഖം പിന്നെ ദുഃഖിച്ചിരുന്നില്ല എന്ന് തിരുവെഴുത്ത് 1 ശമൂവേൽ 1 വാക്യത്തിൽ പറയുന്നു. തൊട്ടു പിന്നാലെ 1 ശമൂവേൽ 1 19 വാക്യങ്ങളിൽ കർത്താവ് അവളെ ഓർത്തു, അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു എന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നു. പ്രിയരെ, കർത്താവിൽ ആനന്ദിക്കുക. സന്തോഷം നിങ്ങളുടെ വിശ്വാസത്തെയും അവനിലൂടെ നിങ്ങളുടെ വിശ്വാസത്തെയും വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഉത്കണ്ഠകളും നിങ്ങൾ അവനിൽ ഇട്ടുവെന്ന് സന്തോഷിക്കുന്നത് കാണിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ച ദൈവം നിങ്ങൾക്കായി ഒരു പുതിയ അത്ഭുതം പ്രവർത്തിക്കും. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ അവയുള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരും. പഴയ നിയമ ദേവാലയ സമർപ്പണം നോക്കൂ. വചനം പറയുന്നു, കാഹളക്കാരും ഗായകരും 120 പേർ ഒന്നായി ഒന്നിച്ചു നിന്ന് കർത്താവിനെ സ്തുതിക്കുന്നതിലും കൃതജ്ഞത അറിയിക്കുന്നതിലും ഒരേ ശബ്ദം പുറപ്പെടുവിക്കാൻ ഒന്നിച്ചു നിന്നപ്പോൾ അവൻ നല്ലവനല്ലോ, അവന്റെ കരുണ എന്നേക്കും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ ഭവനമായ ആലയം ഒരു മേഘം കൊണ്ട് നിറഞ്ഞു. കാരണം ദൈവത്തിന്റെ മഹത്വം ആലയത്തെ നിറച്ചു. ഇത് 2 ദിനവൃത്താന്തം 5 13-14 വാക്യങ്ങളെ കാണാൻ സാധിക്കുന്നു. പുതിയ നിയമത്തിൽ മറിയയെ പരിഗണിക്കുക. അവൾ ഒരു എളിയ ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ളവളാണെങ്കിലും അവളുടെ ഹൃദയം എത്ര സന്തോഷത്താൽ നിറഞ്ഞിരുന്നു. അവൾ സ്തുതിയിൽ മുഴുകി. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചിരിക്കുന്നു. ഇത് ലൂക്കോസ് 1 46-47 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. അവളുടെ മുഴുവൻ ശരീരവും പ്രാണനും ആത്മാവും ശരീരവും ദിവ്യമായ സന്തോഷത്താൽ നിറഞ്ഞു. അവളുടെ സ്തുതി വളരെ ശക്തമായിരുന്നു. എലിസബത്തിന്റെ ഗർഭപാത്രത്തിലെ കുഞ്ഞു പോലും സന്തോഷത്താൽ തുള്ളിച്ചാടി. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ രക്ഷയുടെ വിജയശബ്ദം നിങ്ങളുടെ വാസസ്ഥലത്തെ നിറയ്ക്കും. ഹല്ലേലൂയ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 2 46-47 വാക്യങ്ങൾ. അതുകൊണ്ട് എല്ലാ ദിവസവും ഏകമനസ്സോടെ ദേവാലയത്തിൽ കൂടി വരുവീൻ, ദൈവത്തെ സ്തുതിക്കുകയും സകല ജ്ഞാനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ പുറപ്പാട് 25-26 അധ്യായങ്ങൾ. വൈകുന്നേരം മത്തായി സുവിശേഷം 20 17 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.